കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. ദാവീദ് പറയുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഇടയായതുകൊണ്ട് ലജ്ജിക്കാൻ ഇടയായില്ല. ലജ്ജിപ്പിക്കുവാൻ, ഒതുക്കുവാൻ, മാറ്റി നിർത്തുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, പേര് നശിപ്പിച്ച് കളഞ്ഞത് കാണുവാൻ ഒക്കെ അണിയറയിൽ പദ്ധതി ഒരുക്കിയെങ്കിലും ഭക്തന് പറയാൻ കഴിയും, അവങ്കലേക്ക് നോക്കിയവരാണ് പ്രകാശിതരായത്. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. സ്തോത്രം. ഇന്ന് പകലിലും അനുഭവമുള്ളവർക്ക് പറയാൻ കഴിയുമല്ലോ, ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഇത്രത്തോളം ദൈവത്തിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കിയ പ്രിയപ്പെട്ടവർക്ക് പ്രതിസന്ധികൾ വന്നപ്പോഴും, ഒറ്റപ്പെടിയിൽ വന്നപ്പോഴും, മാറ്റി നിർത്തപ്പെട്ടപ്പോഴും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയത് കൊണ്ട് ആരുടെയും മുമ്പിൽ ലജ്ജിച്ചു പോകാൻ, ലജ്ജകളെ അറിയുന്നു, എനിക്കുള്ള ലജ്ജയും അപമാനവും നീ അറിയുന്നു എന്ന് ദാവീദ് 69 സങ്കീർത്തനത്തിൽ പറയുന്നത്. ലജ്ജകളെ കണ്ടിട്ട് ദാവീദിനെ ദൈവം ലജ്ജിപ്പിച്ചില്ല കേട്ടോ. മനുഷ്യൻ ലജ്ജിപ്പിക്കാൻ നോക്കിയെങ്കിൽ ഒതുക്കപ്പെട്ടത് കുടുംബത്തിനകത്ത് നിന്നാണ് ആദ്യം. പക്ഷേ സഹോദരങ്ങളെ, കുടുംബക്കാരുടെ എല്ലാം മുമ്പിൽ വെച്ച് ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്യാൻ ശമൂവേലിന് നിയോഗം കൊടുത്തു. ഷയുടെ കുടുംബത്തിൽ ഞാനൊരുവനെ രാജാവായിട്ട് കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം ഇന്ന് പകലിലും നമ്മളെ കണ്ടാൽ, നമ്മളെ അറിഞ്ഞാൽ, ആരൊതുക്കാൻ നോക്കിയാലും വാഗ്ദത്തമുള്ളവനെ, ദൈവശബ്ദം കേട്ടവനെ ഒതുക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. അതാദ്യം നമ്മൾ തിരിച്ചറിയണം. ശൗല് വന്നില്ലേ? അബ്ശാലോം നോക്കിയില്ലേ? പ്രതിസന്ധികൾ രൂക്ഷമായില്ലേ? ഫിലിസ്തീൻ ശക്തികൾ കൊല്ലാൻ നോക്കിയില്ലേ? അവിടുന്ന് എല്ലാം വാഗ്ദത്തമുള്ളവനെ ദൈവം വിടുവിച്ചില്ലേ? ഇടയച്ചെറുക്കനെ ഇസ്രായേലിൻ്റെ മൊത്തം രാജാവാക്കിയത് ചെറിയ കാര്യമാണ്. നമ്മുടെ ദൈവം ആരാന്ന് ഇന്ന് പകലൊന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മൗനമായിരിക്കരുത്. ദൈവത്തിനങ്ങ് സ്തോത്രം ചെയ്തോണം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നോണം. ദൈവം സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനുമാകിയാൽ അവിടുത്തെ ശക്തി ഇന്ന് പ്രഭാതത്തിലും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങൾ നോക്കണ്ട. ഏത് വിഷയങ്ങളെയും പരിഹരിക്കാൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും സമീപ്യവും തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെട്ടു വരുമെന്നുള്ളതിന് സംശയമില്ല. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവ സാന്നിധ്യം വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാവണം. നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ, ദൈവ സാന്നിധ്യം വരുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാവണം. ക്രിസ്ത്യനിൽ ജോലി ചെയ്യുമ്പോൾ, ദൈവമായിട്ട് സംസാരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. അവിടെയും കർത്താവിനെ സ്തുതിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം സ്തുതികളിൽ മേൽ വസിക്കുന്നവൻ, ആരാധനയ്ക്ക് യോഗ്യൻ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. ഏത് സമയത്തും ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിയണം. തീച്ചുള വന്നാലും, സിംഹങ്ങളുടെ കുഴി വന്നാലും, ചെങ്കടൽ വന്നാലും, തടസ്സമായി സമുദ്രം നിന്ന് വാദിച്ചാലും, ഹാമാന്യ ശക്തികൾ എതിർത്താലും, ഒരു ദൈവത്തിനെ സംബന്ധിച്ച് അവൻ പ്രാർത്ഥിക്കാൻ തയ്യാറാവും. അവൻ മുട്ടുമുടക്കാൻ തയ്യാറാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റ് വരും.
മർക്കോസ് സുവിശേഷം 5:22 വാക്യം വളരെ സുപരിതമാണ്. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുവൻ വന്ന് അവനെ കണ്ട് കൽക്കൽ വീണു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ കുഞ്ഞുമകൾ മരണാസന്നയായിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. പള്ളിപ്രമാണിയാണ്, സ്വാധീനങ്ങളുള്ളവനാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റിയിലുള്ളവനാണ്. പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഒരു നൊമ്പരം സംഭവിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഉന്നതന്മാർക്കും താഴേക്കിടയിലുള്ളവർക്കും നൊമ്പരങ്ങൾ ഏതു സമയത്തും പറ്റും. ട്രാജഡികൾ വരും. അതിന് വലിപ്പച്ചെറുപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു വലിയ ക്വാളിറ്റിയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാനിരിക്കുന്നത്. അവൻ്റെ സ്റ്റാറ്റസ് മറന്ന്, പ്രമാണിത്വം മറന്ന്, സമൂഹത്തിലുണ്ടായിരുന്ന ഔന്നത്യങ്ങളൊക്കെ മറന്നുകൊണ്ട് യേശുവിൻ്റെ വർത്തമാനം കേട്ട് യേശു സൗഖ്യമാക്കുന്നവനും വിടുവിക്കുന്നവനും ഉദ്ധരിക്കുന്നവനും നിവർത്തുന്നവനുമാണെന്നറിഞ്ഞിട്ട് അവൻ ചെയ്തത് വേറെങ്ങും പോയി വീണില്ല. ഞാൻ ചിന്തിക്കുന്നു, പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി ടെസ്റ്റ് ചെയ്ത് കാണാം, രോഗത്തിന് ശമനം വന്നില്ല. അർത്ഥം, ലോകം കൈവിടുമ്പോൾ കൈവിടാത്ത യേശുവിൻ്റെ മുമ്പിൽ വന്ന് ഇവൻ കാൽക്കൽ വീഴുകയാണ്, സാഷ്ടാംഗം വീഴുകയാണ്. പറഞ്ഞതിൻ്റെ സാരം, യേശുവിൻ്റെ മുമ്പിൽ വന്ന് വീണാൽ, സാഷ്ടാംഗം വീണാൽ, നിൻ്റെ വിഷയത്തെ പരിഹരിക്കാൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്. ഇങ്ങനെ യേശു അവനോടുകൂടെ പോകുകയാണ്. പോകുന്ന സമയത്താണ് രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിനെ തൊട്ട്. ഒത്തിരി ആളുകളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യമായി. അപ്പോഴത്തേക്ക് പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന്, യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യായിറോസേ, നിൻ്റെ മകൾ മരിച്ചുപോയി, ഇനിയും ഗുരുവിനെ അല്ലെങ്കിൽ യേശുവിനെ അസഹ്യപ്പെടുത്തണ്ട. ഈ മനുഷ്യൻ പറയുകയാണ്, യായിറോസ്, തുടക്കത്തിൽ നമ്മൾ കേട്ടല്ലോ, യേശുവെ വന്നൊന്ന് കൈവെക്കണേ. ഒത്തിരി അപേക്ഷിച്ചു, പക്ഷേ വാക്തത്വം ഡെഡായി, തൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി യേശു അങ്ങോട്ട് വന്നിട്ട് കാര്യമില്ലെന്ന കൂടെ വന്ന ആള് റിപ്പോർട്ട് കൊടുത്ത്, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട, സബ്ജക്റ്റ് കഴിഞ്ഞു. പക്ഷേ എത്ര കഴിഞ്ഞ സബ്ജക്റ്റാണെങ്കിലും നീ യേശുവിൻ്റെ കാൽക്കൽ വീണ് യേശു നിന്നോടൊപ്പം വന്നാൽ, എഴുന്നേൽക്കാത്ത വിഷയം, കൈവിട്ടുപോയ വിഷയം, ചലനമറ്റ വിഷയം, സ്തംഭിച്ചു പോയ വിഷയങ്ങൾ ഇന്ന് പകൽ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവൻ യേശു അകത്തേക്ക് കയറുകയാണ്. യായിറോസിനെയും തൻ്റെ വൈഫിനെയും പത്രോസ്, യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി യേശു അകത്തേക്ക് കയറുമെന്ന് പറഞ്ഞാൽ ബോഡി കിടക്കുന്നിടത്തേക്ക് പോകുകയാണ്. എല്ലാവരും പരിഹസിച്ചു, പുറത്തു നിന്നവർ. യെസ്, എന്താണ് ഈ ചെയ്യാൻ പോകുന്നത്? മരിച്ചുപോയ ഒരു ശരീരത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ബാല എഴുന്നേൽക്കുക എന്നൊക്കെ പറയുമ്പോൾ കൂടെയുള്ളവർക്ക്, കണ്ടു നിന്നവർക്കൊക്കെ വിരോധാഭാസമായി തോന്നി. പക്ഷേ യേശുവിനറിയാം, യായിറോസ് എൻ്റെ കാൽക്കൽ വീണെങ്കിൽ, ഇതിനു മുമ്പ് ശക്തി പുറപ്പെട്ടപ്പോൾ 12 സംവത്സരം നിശ്ചലമായിക്കൊണ്ടിരിക്കുന്ന ഒരു ശരീരം, നിർജ്ജീവമായിക്കൊണ്ടിരിക്കുന്ന ശരീരം, രക്തം വാർന്ന് മരണത്തെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശരീരം ഓൺ ദ സ്പോട്ടിൽ വിടുതൽ പ്രാപിച്ചെങ്കിൽ, ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ,
ഡെഡായ നിന്റെ വിഷയത്തെയും അതിനേക്കാൾ ശക്തമായി ഉയർപ്പിക്കാൻ കഴിവുള്ള സർവശക്തൻ പറയുകയാണ്. പുറത്തു എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേൾക്കലേച്ചു പറയുക. അത് മരിച്ചു എന്നൊക്കെ പറയാം, അതൊന്നും കാര്യമാക്കണ്ട. വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ ഇന്ന് പകൽ കാൽക്കൽ വീണവരോട് പാറഭക്ഷം തേരികസ്യ യേശുവിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്നവരോട്, പ്രാർത്ഥിച്ചവരോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത്, നിന്റെ വാഗ്ദത്തം എഴുന്നേൽക്കാൻ പോകുന്നു, നിന്റെ വാഗ്ദത്തം ജീവിക്കാൻ പോകുന്നു, നിന്റെ വാഗ്ദത്തം നടക്കാൻ പോകുന്നു, നിന്റെ വാഗ്ദത്തം നിന്റെ അടുക്കലേക്ക് മടങ്ങി വരാൻ പോകുന്നു. യെസ്, ഇന്ന് പകൽ വിശ്വസിക്കുക. നീ ദൈവത്തിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ, മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ, കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ, നീ യേശുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു നിന്നോടൊപ്പം വരും. ഡെഡായിക്കോട്ടെ. യേശുവിൻ്റെ പ്രത്യേകത മരിച്ചവരെ ജീവിപ്പിക്കുന്ന, നിർജ്ജീവമായതിനെ ജീവിപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കാൻ കഴിവുള്ള സർവശക്തൻ ഇന്ന് പകൽ നിങ്ങളുടെ തലമുറകളുടെ വിഷയത്തെ തൊടും. ഡെഡാണെന്ന് ലോകം പറയട്ടെ, ഇനി എഴുന്നേൽക്കാൻ പറ്റത്തില്ലെന്ന് പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തെ തൊടും. നടക്കാൻ പറ്റത്തില്ലെന്ന് ലോകം പറയുമ്പോൾ, തുടക്കത്തിൽ പറഞ്ഞ കൈവിട്ടുപോയി, അതല്ലേ കൂടെ വന്ന് വീട്ടിൽ നിന്ന് വന്നവൻ റിപ്പോർട്ട് പറഞ്ഞത്, കൈവിട്ടു പോയതിനെ യഥാസ്ഥാനത്താക്കാൻ കഴിവുള്ള, ജീവിപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയിപ്പിക്കുന്ന കർത്താവിൻ്റെ കരം ഇന്ന് പകൽ ചലിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ദൂതേറ്റെടുക്കട്ടെ. സർവശക്തനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പൊന്മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. യേശുവിൻ്റെ പാദപീഠത്തിങ്കൽ വീണ, വളരെ അപേക്ഷിച്ച പള്ളിപ്രമാണിക്കു വേണ്ടി ലോകം നടക്കത്തില്ലെന്ന് പറഞ്ഞ്, ആ വിഷയം എന്നേക്കും അസ്തമിച്ചു എന്ന് പറഞ്ഞ് വിധിയെഴുത്ത് നടത്തിയപ്പോൾ സകല മുൻവിധികളെയും ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ചിലതിനെ എഴുന്നേൽപ്പിക്കുന്നതിനാൽ, പുറത്തു കൊണ്ടുവരുന്നതിനാൽ, യഥാസ്ഥാനത്താക്കുന്നതിനാൽ, ശക്തീകരിക്കുന്നതിനാൽ, ജീവിപ്പിച്ച് മറ്റുള്ളവർ മുമ്പിൽ അത്ഭുതമാക്കി മാറ്റുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ബലത്തോടെ ദൈവം കൊണ്ടുവരുന്നതിനായി സ്തോത്രം. അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. സകല മഹത്വവും അവിടുത്തെ പാദപീഠത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ ബലത്തോടെ നിങ്ങൾ മുൻപോട്ട് പോകൂ. ലോകം പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കരുത്. നടക്കത്തില്ലെന്നും വിടുതലില്ലെന്നും പിശാചിൻ ചിലപ്പോൾ നിങ്ങളോട് പറയും, ഇത്രയും കഴിഞ്ഞു പോയി, ഇനി ഒരു ഉദ്ധാരണം വരില്ല. പക്ഷേ യേശു പറയുന്നു, വിശ്വസിക്കുക, ഇപ്പോഴും അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിക്കുക, ഇപ്പോഴും ചിലത് എഴുന്നേൽക്കും. വിശ്വസിക്കുക, ദൈവമഹത്വം വെളിപ്പെടും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.